വിനയചന്ദ്രൻ, ഇതായത് ഈ പറഞ്ഞതെല്ലാം തിരുത്തണം അൻവർ. അങ്ങനെ തിരുത്തി ഇനി ഇല്ല എന്ന മട്ടിലാണ് അദ്ദേഹം, അതായത് സതീശന്റെ കാല് പിടിക്കാനൊന്നുമില്ല എന്നാണ് ഇന്ന് വാർത്താ സമ്മേളനത്തിലടക്കം PV അൻവർ പറഞ്ഞത്. കഴിഞ്ഞ ദിവസവും അതായത് കാല് പിടിക്കുന്നവന്റെ മുഖത്ത് ചവിട്ടുകയാണ് ചെയ്യുന്നത് എന്നതിലേക്ക് എത്തി നിൽക്കുന്നു. അപ്പോൾ പിണറായിസത്തിനെതിരെ പോരാട്ടത്തിനിറങ്ങുന്നു എന്ന് പറഞ്ഞ് അൻവർ ഏറ്റവും ഒടുവിൽ എത്തി നിൽക്കുന്നത് ഇപ്പോൾ VD സതീശന് എതിരെയാണ്. ഇനി ഈ പറഞ്ഞതെല്ലാം വിഴുങ്ങി UDFന്റെ ഭാഗമാകാൻ തയ്യാറാകും PV അൻവർ എന്ന് കരുതാമോ? ശ്രീ അഭിലാഷ്, ഇവിടെ ശ്രീ വസന്ത് എൻ്റെ സ്നേഹിതനാണ്. അദ്ദേഹം ആദ്യം തിരുത്തേണ്ടത് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അങ്ങ് തന്നെ ചോദിച്ച ഇവരുടെ രണ്ട് തട്ടിൽ, അതായത് ചെയർമാനും കൺവീനറും ഇപ്പോൾ രണ്ട് തട്ടിലാണ്. ഇപ്പോൾ വരുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ രണ്ട് തട്ടിലാണ്. അപ്പോൾ അവരെയും ശ്രീ വസന്ത് ഒന്ന് വിളിച്ച് രണ്ടുപേരെയും കൂടെ ഒരുമിപ്പിക്കാനുള്ളൊരു ശ്രമം നടത്തുക. ഇവിടെ ബഹുമാന്യനായ ശ്രീ റഹ്മത്തുള്ള അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം നമ്മൾ കേട്ടതാണ്. ആ കേട്ട കാര്യങ്ങളിൽ യാഥാർത്ഥ്യമുണ്ട്, യാഥാർത്ഥ്യമില്ലാതെ ഇല്ല. അങ്ങ് തന്നെ അവതാരകനായ അങ്ങ് തന്നെ ചോദിച്ച ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ശ്രീ വസന്തനോട് ചോദിച്ചു. ഒന്ന്, മാസങ്ങൾക്ക് മുമ്പ് ഒരു അപേക്ഷ കൊടുത്തിരുന്നു എന്നുള്ളത് അദ്ദേഹം ഇവിടെ വരുമ്പോൾ എന്നെയും കൂടി ശ്രീ സജി മഞ്ഞക്കടമ്പിൽ വിളിച്ചതാണ്. ഞാൻ സ്ഥലത്തില്ലാത്തതുകൊണ്ടാണ് പോകാത്തത്. കൊണ്ട് എനിക്കത് വ്യക്തമായി അറിയാം. ചർച്ച നടന്നു എന്നുള്ളതും അവരോട് വന്നു എന്നുള്ളതും വ്യക്തമായി അറിയാം. അത് ഇന്നലെ ഞാൻ സൂചിപ്പിച്ച കാര്യമാണ്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അത് 2 ദിവസത്തിനകം പ്രഖ്യാപിക്കുമെന്ന് ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതാണ്. ശ്രീ അഭിലാഷ് അടക്കമുള്ളവർ ചർച്ച ചെയ്താണ്. ഇവിടെയെല്ലാം അതിൻ്റെ വീഡിയോസ് കാണും. അദ്ദേഹം പറഞ്ഞതും ഒക്കെ 2 ദിവസത്തിനകം ഞാനത് പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞു. ഇനി അന്ന് UDFിൽ പങ്കെടുത്ത എല്ലാ നേതാക്കന്മാരും, മുസ്ലിം ലീഗിൻ്റെ അടക്കമുള്ള നേതാക്കന്മാർ ഇങ്ങനൊരു സംഭവം, അതായത് ശ്രീ PV അൻവറിനെ അസോസിയേറ്റ് മെമ്പറായി കൂട്ടാം എന്ന് പറഞ്ഞ കാര്യം പബ്ലിക്കായി പറയുകയും ചെയ്തു. ഏറ്റവും മുതിർന്ന നേതാവായ ശ്രീ ET മുഹമ്മദ് ബഷീർ അടക്കമുള്ളവർ വളരെ വ്യക്തമായ പ്രസ്താവന തന്നെയാണ് നടത്തിയത്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അവരുടെ സംസ്ഥാന കമ്മിറ്റിയിൽ ഈ ഒരു പ്രശ്നത്തെ പറ്റിയുള്ള ചർച്ചകൾ നടക്കുന്നു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, ഇന്ന് പക്ഷേ PK കുഞ്ഞാലിക്കുട്ടി പറയുന്നത് അത് അതായത് ഈ വിഷയം ഇനിയില്ല, അതൊരു അടഞ്ഞ അധ്യായമാണ് എന്നാണ്. ഇല്ല, ഞാൻ ചോദിക്കട്ടെ. അവിടെ നിലമ്പൂരിൽ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ് അദ്ദേഹം ഇറങ്ങി വരികയാണ്, പ്രതിപക്ഷ നേതാവ് ഇറങ്ങി വരികയാണ് മാധ്യമങ്ങളെ കാണാൻ വേണ്ടി. അവിടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉണ്ടായിരുന്നു. അവിടെ വിളിച്ച ഒരാളുണ്ട്. ആരെയാണ്? ഇവിടെ കോൺഗ്രസ്സിൽ തന്നെ ഒരു യുവ രക്തം എന്ന് പറയുന്ന ഒരാളെ അന്വേഷിക്കുകയാണ് അദ്ദേഹം. UDFിലെ വേറെ നേതാക്കന്മാരെയൊന്നും അല്ല അദ്ദേഹം അന്വേഷിക്കുന്നത്. അതിനിടയിലൂടി നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി ഇടിച്ചു കയറി അവിടെ വന്ന് നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ മുഖഭാവം, ശരീരഭാഷ കാണുന്ന ഏതൊരാൾക്കും മനസ്സിലാവും. അപ്പോൾ ഇത് എല്ലാവരും, ശ്രീ വസന്ത് അടക്കമുള്ളവർ പറയുന്നു അദ്ദേഹത്തിന് താൻ പോരുമയില്ല എന്ന് പറയുമ്പോഴും ഞാൻ കണക്കാക്കുന്നില്ല. അദ്ദേഹം താൻ പോരുമയോടുകൂടി തന്നെയാണ് സംസാരിക്കുന്നത്. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറയുന്ന കാര്യമുണ്ടല്ലോ, മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ കേരള മുഖ്യമന്ത്രിക്ക് അഹങ്കാരമാണ് എന്ന് പറയുമ്പോൾ ഏതായാലും ഞാൻ കണ്ടിടത്തോളം, എത്രയോ കാലഘട്ടമായി മാധ്യമരംഗത്ത് നിൽക്കുന്ന ഞാൻ കണ്ടിടത്തോളം അദ്ദേഹത്തിൻ്റെ അത്രയും നേരിട്ട് കണ്ടാൽ ധാർഷ്ട്യം കാണിക്കുന്ന ആളാണ് ബഹുമാന്യനായ മുഖ്യമന്ത്രി എന്ന് എനിക്ക് തോന്നുന്നില്ല. അത്തരത്തിലാണ് അദ്ദേഹം ഈ വ്യക്തിയോട് ഇടപെടുന്നത് എന്ന്. പിന്നെ ശ്രീ അഭിലാഷ് ചോദിച്ചല്ലോ, ഈ തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്റ്റേറ്റ് കൺവീനറായിരിക്കുന്ന ഒരാൾ കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥിയെക്കുറിച്ച് അദ്ദേഹത്തിന് അഭിപ്രായം പറയാമെന്നേ. അതങ്ങ് ശ്രീ വസന്തിനോട് ചോദിച്ചതിന് വസന്ത് എന്താണ് അത് ഒഴുക്കൻ മട്ടിൽ പോവുകയും ചെയ്തു. ഇത് ശ്രീ VDSന് അദ്ദേഹത്തോടുള്ള വ്യക്തിപരമായ എന്തോ ഒരു പ്രശ്നം തന്നെയാണിത് പ്രഖ്യാപിക്കാതിരുന്നത്. ഇനി നിലമ്പൂർ ഇലക്ഷൻ വരുന്നത് വരെയും ഇദ്ദേഹം കാത്തിരുന്ന എന്തിനാണ്? അല്ലെങ്കിൽ ആ ഇലക്ഷൻ പ്രഖ്യാപിച്ച സമയമെങ്കിൽ അൻവറിനെ അസോസിയേറ്റ് മെമ്പറായി എടുത്തിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന് പറയാമായിരുന്നല്ലോ. അന്ന് പോലും അദ്ദേഹം പറഞ്ഞില്ല. ഏതായാലും നമുക്ക് ശ്രീ വസന്ത് അടച്ചോ തുറന്നോ എന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടിയും പറയുന്നില്ല. ശരിക്കും മാധ്യമപ്രവർത്തകനായ ശ്രീ റഹ്മത്തുള്ള അവിടുത്തെ പൾസ് പറയുകയും ചെയ്തു. ഇനി അവിടെയും നമുക്ക് NDAയുടെ സ്ഥാനാർത്ഥിയെ ഇന്നലെ വരെയും പ്രഖ്യാപിച്ചില്ലായിരുന്നു, ഇന്നിപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് നമ്മൾ വാർത്തകളിൽ പറയുന്ന
എന്താണ് എന്നുള്ളതും കൂടി നമ്മൾ കണക്കാക്കണം. ജോസഫ് ഗ്രൂപ്പിന്റെ ആ തലമുതിർന്ന നേതാവ് NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. ശ്രീ വസന്ത് എൻ്റെ എല്ലാ സ്നേഹവും അങ്ങയോട് നിലനിർത്തിക്കൊണ്ട് തന്നെ പറയുന്നു, ഈ ജോസഫ് ഗ്രൂപ്പിന്റെ നേതാവ് എന്ന് പറയുമ്പോൾ ബഹുമാനനായ ജോസഫ് സാറിന്റെ പാർട്ടി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം UDFന്റെ ഘടകകക്ഷിയാണ്. അപ്പോൾ ശ്രീ ജോസഫ് ഗ്രൂപ്പിന്റെ എന്താണ് നേതാവ് NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. ജോസഫ് ഗ്രൂപ്പ് തള്ളിക്കളഞ്ഞിട്ടുണ്ട്, ഞങ്ങളുമായി ഒരു ബന്ധവുമില്ല എന്നാണ് പറയുന്നത്. ഈ ഏപ്രിൽ 15-ന് ഈ ജോസഫ് ഗ്രൂപ്പിന്റെ പരിപാടിയിൽ പങ്കെടുത്തതിന്റെ ചിത്രങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അല്ല ശ്രീ അഭിലാഷ്, ഇവിടുത്തെ നമ്മള് ഉന്നത ചാനലുകൾ എന്നൊക്കെ പറഞ്ഞ് മത്സരങ്ങൾ എല്ലാ ചാനലുകളും തമ്മിലുണ്ട്. അവരുടെ വാർത്തയിൽ ഞാൻ അവരുടെ രാവിലത്തെ വാർത്തയിൽ ഞാൻ വ്യക്തമായി കേട്ടതാണ് എന്താണ് ജോസഫ് സാർ അദ്ദേഹം എനിക്ക് ഏറ്റവും ബഹുമാനമുള്ള ഒരു നേതാവാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിൽപ്പെട്ട ആൾ ചിലപ്പോൾ ആയിരിക്കാം, തള്ളിക്കളഞ്ഞ ആളായിരിക്കും, അല്ലെങ്കിൽ ഇന്നലെ വരെ അല്ലെങ്കിൽ കഴിഞ്ഞ കമ്മിറ്റിയിൽ അദ്ദേഹത്തെ പുറത്താക്കി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാര്യം ഇതിന് ഈ എഴുത്തുകുത്തുകളൊക്കെ വളരെ കുറവാണ്, വിശേഷം മലപ്പുറം പോലെയുള്ളിടത്ത് എഴുത്തുകുത്തുകളൊക്കെ കുറവാണ്. അപ്പോൾ അദ്ദേഹത്തിന് കഴിഞ്ഞ മാസമേ നമ്മൾ പുറത്താക്കി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ UDF അവിടെയും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാകും. ഈ പുറത്ത് നിൽക്കുന്ന തൃണമൂൽ കോൺഗ്രസിൽ നിൽക്കുന്ന ശ്രീ PV അൻവറിനെ തള്ളിപ്പറയുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് നിങ്ങളുടെ കൂടെയുള്ള നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ശ്വാസനിശ്വാസങ്ങൾ ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ഇത് അപ്പുറത്ത് പോയി മത്സരിക്കുന്നു എന്നതുകൊണ്ട് നിങ്ങൾ എന്ത് കാണുന്നില്ല, അവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് ശ്രീ വസന്ത് ഇതൊന്നും തള്ളിക്കളയരുത്. 17,000-ൽ പരം വോട്ട് നമ്മുടെ അന്ന് സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിരുന്ന ആൾ വാങ്ങിച്ചിട്ടുള്ള മണ്ഡലം കൂടിയാണ് അതെന്നുള്ളതും ശ്രീ വസന്ത് മറക്കരുത്. അപ്പോൾ ഒരു ചതുഷ്കോണ മത്സരത്തിലേക്ക് നിലമ്പൂർ ഒരുങ്ങുകയാണ്. എന്തായാലും വിനയചന്ദ്രൻ, ഞാൻ താങ്കൾ സൂചിപ്പിച്ച കാര്യം, ഇവിടെ BJPയുടെ അതിഥിയുണ്ട്, അതിലേക്ക് വരുന്നതിന് മുമ്പ് വസന്ത് അടക്കം പറയുന്ന ഒന്നുണ്ടല്ലോ, അതായത് പഴയ അൻവർ ഒന്നുമല്ല, ഇനിയിപ്പോൾ അൻവറിനെ സംബന്ധിച്ചിടത്തോളം പോരിനിറങ്ങിയാൽ പോലും അത് കോൺഗ്രസിനെ ബാധിക്കുന്ന ഒന്നായി മാറില്ല, അങ്ങനെ ഒരു വോട്ട് വീതം നേടാൻ അൻവറിന് ശേഷിയുമില്ല എന്നാണ് പറയുന്നത് ശ്രീ വിനയചന്ദ്രൻ. അതെ, എന്നോടാണ് ചോദ്യം. അതായത് പഴയതുപോലെയുള്ള ഒരു വീര്യമൊന്നും PV അൻവറിനില്ല. അൻവറിന്റെ നിലപാട് മാറ്റങ്ങൾ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി അടക്കം വിമർശിച്ച മുഖ്യമന്ത്രി പിതൃതുല്യൻ എന്ന് പറഞ്ഞ് പിന്നീട് കോൺഗ്രസ്, അതായത് P സരിനെ പോലെയുള്ളവർ നടത്തിയ പ്രതികരണങ്ങളുണ്ടല്ലോ, മുഖ്യമന്ത്രിയെ തിരുത്തി പറയുന്നു, മുഖ്യമന്ത്രിയുടെ ആളായി മാറുന്നു, അതുപോലെ ആ ഒരു താരതമ്യമാണ് നേരത്തെ നടത്തിയത്. അപ്പോൾ ഇനിയും അൻവറിനെ സംബന്ധിച്ചിടത്തോളം നിലപാടൊക്കെ മാറ്റാം. അങ്ങനെ നിലപാട് മാറ്റി വന്നാൽ മാത്രമാണ് അൻവർ കരുത്തനായി മാറുകയുള്ളൂ. ഇപ്പോൾ ഈ സ്വതന്ത്രനായി നിന്ന് ഇങ്ങനെ, അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ പാളയത്തിൽ നിന്നുകൊണ്ട് പോരാട്ടത്തിനിറങ്ങിയാൽ കോൺഗ്രസിനെ ബാധിക്കുന്ന വോട്ടുകളൊന്നും പെട്ടിയിലാക്കാനുള്ള ശേഷി ഇല്ല എന്നാണ് വസന്ത് പറയുന്നത്. അത് അതിന് മുമ്പ് ഒരു തിരുത്ത്. ജയചന്ദ്ര സാറുണ്ട്, ഞാൻ NDAയുടെ സ്ഥാനാർത്ഥിയെക്കുറിച്ചല്ല പറഞ്ഞത്, ശ്രീ വസന്തിൻ്റെ ഗ്രൂപ്പിൽപ്പെട്ട ഘടകകക്ഷിയെ കുറിച്ചാണ് പറഞ്ഞത്. ജയചന്ദ്ര സാറിനെ ബാധിക്കുന്ന കാര്യമല്ല. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇവിടെ അത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഇന്നലെ എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു വില കുറഞ്ഞ കുറേ കാര്യങ്ങളെന്ന്. ഈ ആരാണ് വില കുറഞ്ഞ് പറയാത്തത്? ഞാൻ ചോദിക്കട്ടെ, KPCC പ്രസിഡൻ്റായിരുന്ന ശ്രീ KS രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ച് മുമ്പ് പറഞ്ഞ എന്താണ്? ആരാണ് ഇയാൾ? ചാനൽ ചർച്ച പറഞ്ഞ ആളോ? രാഹുൽ മാങ്കൂട്ട് ആരാണ് അയാൾ? പിന്നീട് പറഞ്ഞില്ലേ ശ്രീ വസന്ത്, ഇതുപോലെ ഒരു വെള്ളി നക്ഷത്രമാണ്, ഞങ്ങളുടെ വെള്ളി നക്ഷത്രം എന്താ പാലക്കാട്ടേക്ക് ഉദിച്ചുയരുന്നു എന്ന്. ഇനി നിങ്ങൾ സരിനെ തള്ളിപ്പറയുന്നു. എൻ്റെ വക്താവൊന്നും അല്ല അയാൾ, പക്ഷേ അദ്ദേഹം അവിടെ വിളിച്ച വോട്ട് ശ്രീ വസന്ത് മറക്കണ്ട. അപ്പോൾ അതുപോലെ നിങ്ങൾ തള്ളിക്കളയുന്ന ഓരോരുത്തരും പിടിക്കുന്ന വോട്ടുകൾ കൂടി അങ്ങ് ചില കണക്കുകൾ നിരത്തിയല്ലോ, ആ കണക്ക് നിരത്തുന്നതിനൊക്കെ അപ്പുറത്താണ് ശ്രീ അൻവറിൻ്റെ നിലമ്പൂരിലുള്ള വ്യക്തിത്വം എന്ന് നിങ്ങൾ പ്രാദേശികമായ നേതാവായിട്ടൊക്കെ തള്ളിക്കളഞ്ഞോളൂ. പക്ഷേ തൃണമൂൽ കോൺഗ്രസ് നിൽക്കുന്നത് രാജ്യത്ത് മൂന്നാമത്തെ ശക്തിയായി തന്നെയാണ്. അതിനേതൊരു മാറ്റവും ഇല്ല. ശ്രീ അഭിലാഷ് തള്ളിക്കളെ അല്ല, ചെറിയ ഞങ്ങൾ തുലവും തുച്ഛരാണ് എന്ന് അൻവർക്ക് പറയുന്നുണ്ട്, ഞങ്ങൾ ചെറിയ പാർട്ടിയാണെന്ന്. പക്ഷേ അത് മറക്കരുത്, ഈ INC-യോടൊപ്പം 6.5 പതിറ്റാണ്ടോളം ഇന്ത്യ മഹാരാജ്യം ഭരിച്ച പാർട്ടിയോടൊപ്പം ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇവർ ഈ വില കുറഞ്ഞത് എന്ന് പറയുമ്പോഴാണ് ഞാനത് പറയാൻ കാരണം. ഇവിടെ അതായത് നിലമ്പൂരിൽ വോട്ട് ലഭിക്കുന്നുണ്ട്, ഔദ്യോഗിക സ്ഥാനാർത്ഥിയാണെങ്കിലും തീർച്ചയായും താങ്കൾക്ക് പറയാം. പക്ഷെ നിലമ്പൂർ പോലെ നമ്മൾ ഈ രാഷ്ട്രീയം എല്ലാവർക്കും ഏതാണ്ട് അറിവുള്ളതാണല്ലോ. അപ്പോൾ തൃണമൂൽ കോൺഗ്രസിനെ പോലെ ഒരു പാർട്ടിക്ക് എന്ന നിലയിലൊക്കെ നമുക്ക് അതിനെ വിലയിരുത്താൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു.
പറഞ്ഞോളൂ. അല്ല, ഓക്കെ, അങ്ങനെയാണെങ്കിൽ പ്രാദേശികമായ ഒരു നേതാവാണ് എന്ന് അങ്ങ് കരുതിക്കോളൂ ശ്രീ അഭിലാഷ്. Yes, yes. എന്തുകൊണ്ട് അല്ല, അതിൽ ഭീതി വരുന്നു? തർക്കമില്ല. എന്തുകൊണ്ട് ഭീതി വരുന്നു? ആ. അതൊരു ചോദ്യമല്ലേ? Yes, yes. കേരളത്തിലേക്ക് എന്തുകൊണ്ട് ഭീതി വരുന്നു? അതൊരു ചോദ്യമാണ്. ഇനി ശ്രീ അഭിലാഷ്, ഒരുപാട് കാര്യങ്ങളുണ്ട് ചരിത്രപരമായി പറയുകയാണെങ്കിൽ. 34 വർഷം അവിടെ ഭരിച്ച പാർട്ടിയെ ശരി ശരി എന്തായാലും റൈറ്റ്, നമുക്ക് ആ ചരിത്രത്തിലേക്ക് പോകാനൊന്നും സമയമായിട്ടില്ല. അല്ല, ശ്രീ വസന്ത, ശ്രീ വസന്ത, പ്രാദേശികമായി പറയുമ്പോൾ അതൊക്കെ പറയേണ്ടി ശരി ശരി എനിക്ക് ജയചന്ദ്രനിലേക്ക് പോകണം. അതിനു മുമ്പ് വളരെ പെട്ടെന്ന് അഭിലാഷ്